ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഓരോ കാലങ്ങളിലും ഓരോ തരത്തിലുള്ള തട്ടിപ്പുകൾ അരങ്ങേറാറുണ്ട്. ആട്, മാഞ്ചിയം, തേക്ക് തട്ടിപ്പാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ മുൻകാലത്തെ ഒരു തട്ടിപ്പ്. തട്ടിപ്പിന് കൃത്യമായ പേരു നൽകുന്നതിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് താനും. ഇപ്പോൾ പകുതി വില തട്ടിപ്പാണ് സജീവമായ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പുതിയ തട്ടിപ്പ്. ഈ തട്ടിപ്പിന് ചുക്കാൻ പിടിച്ച ആളുകളൊക്കെ നമുക്കറിയാം. പ്രധാനപ്പെട്ട ആളിൻ്റെ പേര് അനന്തു എന്നാണ്. ഇന്ന് അനന്തുവിനെ കുറിച്ചല്ല പറയുന്നത്. അനന്തുവിൻ്റെ അഭിഭാഷകയായ കോൺഗ്രസ് നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ലാലി വിൻസെൻ്റ് ഈ വാർത്തയിൽ ഇടം പിടിച്ചതോടെ ഇതിന് ഒരു രാഷ്ട്രീയ മാനം കൂടി വന്നിട്ടുണ്ട്. ലാലി വിൻസെൻറ്റിൻ്റെ പേര് ഉൾപ്പെടെയുള്ള വാർത്തകൾ പലവട്ടം പുറത്ത് വന്ന് കാണുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വാർത്താമാധ്യമങ്ങളോടായി ലാലി വിൻസെൻ്റ് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ നിങ്ങളും അറിയേണ്ടതുണ്ട്. ലാലി വിൻസെൻ്റ് പറയുന്നത്, ഈ തട്ടിപ്പിലെ പ്രധാന പ്രതിയായ അനന്തു കൃഷ്ണന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമായി നല്ല ബന്ധമുണ്ട് എന്നുള്ളതാണ്. CPMലെ നേതാക്കളും കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഇതിൽ ഉൾപ്പെടുമായിരിക്കും. CPMലെ നേതാക്കൾക്കും പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നവകേരള സദസ്സിനും ഈ അനന്തു കൃഷ്ണൻ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് ലാലി വെളിപ്പെടുത്തുകയുണ്ടായി. അനന്തു നവകേരള സദസ്സിന് പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ലാലി വിൻസെൻ്റ് പറഞ്ഞത്. ഈ വിവരം അനന്തു പോലീസിനോടും പറഞ്ഞിട്ടുണ്ടത്രേ. മുഖ്യമന്ത്രിയുടെ പ്രധാന ഉപദേഷ്ടാവായ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമാണ് അനന്തുവിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പരിചയപ്പെടുത്തി കൊടുത്തത്. കാരണം ഈ പ്രശ്നത്തിൽ ഇടപെടാൻ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നതിന് KM എബ്രഹാം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശം നൽകി എന്നുള്ളതാണ് ലാലിയുടെ വെളിപ്പെടുത്തൽ. ഈ KM എബ്രഹാമിൻ്റെ ബന്ധുവാണ് കോഴിക്കോട് സ്വദേശി ബേബി. ബേബിക്ക് ബേബി നാഷണൽ NGO കോൺഫെഡറേഷൻ ട്രസ്റ്റ് എന്ന ഒരു സ്ഥാപനവും ഉണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്കും കോടികളാണ് പോയിട്ടുള്ളത് എന്നാണ് ലാലി വിൻസെൻ്റ് പറയുന്നത്. നവകേരള സദസ്സിന് കൊടുത്ത തുകയും ലാലി വെളിപ്പെടുത്തുന്നത് 7 ലക്ഷം രൂപ എന്നാണ്. ഈ തുക ഇദ്ദേഹം തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു. അതായത് അനന്തു കൃഷ്ണൻ തന്നോട് ഈ 7 ലക്ഷം രൂപയുടെ വിവരം പറഞ്ഞിട്ടുണ്ടെന്നും ലാലി എടുത്തു പറയുന്നു. ഒക്ടോബർ 3-ാം തീയതിയാണ് അനന്തുവിനെതിരെ ആദ്യമായി ഒരു പരാതി മൂവാറ്റുപുഴയിൽ നിന്നും ഉണ്ടാകുന്നത്. തുടർന്ന് അനന്തു കൃഷ്ണൻ്റെ ICIC ബാങ്കിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കുകയുണ്ടായി. ഇതിനെതിരെയുള്ള പരാതിക്ക് നൽകുന്നതിനാണ് അനന്തു ബേബിയോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും ഇതിനായി DIGയെ എബ്രഹാം പരിചയപ്പെടുത്തുന്നതും. ഇതാണ് ലാലി ആരോപിക്കുന്ന വിവരങ്ങളിൽ ഒന്ന്. ഇത് മാത്രമല്ല ലാലി പറഞ്ഞത്, സായി ഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ആനന്ദകുമാർ അനന്തു കൃഷ്ണനെ സാമ്പത്തികമായി ഉപയോഗിച്ചു എന്നും ലാലി ആരോപിക്കുന്നു. സ്കൂട്ടറുകളുടെ വാഹനം വിതരണം ചെയ്യുമ്പോൾ ഓരോ വാഹനത്തിനും ആനുപാതികമായിട്ടുള്ള പണം സർവീസ് ചാർജ് ഇനത്തിൽ തനിക്ക് നൽകേണ്ടതുണ്ടെന്ന് ആനന്ദകുമാർ ആവശ്യപ്പെട്ടു. അത് അനന്തു കൃഷ്ണനോട് ഒരു രേഖയും കൂടാതെ കൊടുക്കരുതെന്ന് താനാണ് പറഞ്ഞതെന്നും ലാലി വിൻസെൻ്റ് പറയുന്നുണ്ട്. തൻ്റെ വാക്കു കേട്ടാണ് അനന്തു ആനന്ദകുമാറിന് ഈ പണം കൊടുക്കാതിരുന്നതെന്നും ഇതിൻ്റെ പേരിൽ
ആനന്ദകുമാറിന് തന്നോട് ദേഷ്യമുണ്ടായെന്നും ലാലി പറയുന്നു. ലാലി മറ്റൊരു കാര്യം കൂടി ആരോപിച്ചിട്ടുള്ളത്, ടെക്നോ പാർക്കിൽ ആനന്ദകുമാർ ചെയ്യുന്ന പുതിയ പ്രോജക്റ്റുകളുടെ കാര്യത്തിൽ ഒരു വലിയ ഷെയർ അനന്തുവിൻ്റേതാണെന്നും കൂടി ലാലി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ലാലിയുടെ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ നമ്മളോട് പറയുന്നത് അനന്തു കൃഷ്ണൻ്റെ ഈ പാതി വില തട്ടിപ്പിൽ രാഷ്ട്രീയക്കാർക്കും അതുപോലെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള മറ്റൊരു വിവരം, ഈ അന്വേഷണത്തിൽ രാഷ്ട്രീയക്കാർക്ക് അനന്തു പണം കൈമാറിയത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ആ വിഷയം ഉൾപ്പെടുത്തേണ്ടതില്ല എന്നൊരു നിർദ്ദേശം പോയിട്ടുണ്ടെന്ന് അനൗദ്യോഗികമായിട്ടുള്ള ചില റിപ്പോർട്ടുകളിൽ കാണുന്നു. ഇതും പത്രവാർത്തകളിൽ ഇടം പിടിച്ചതാണ്. കാര്യം എന്തായാലും ഒരു തട്ടിപ്പ് ഉണ്ടായാൽ അതിൻ്റെ അറ്റത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു രാഷ്ട്രീയ നേതാവോ പെട്ടുപോകുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സ്വാഭാവിക പ്രക്രിയയായി വന്നിട്ടുണ്ട്. നമുക്ക് വാർത്തകളൊക്കെ തന്നെ ചികയാൻ ഇപ്പോൾ പലർക്കും പേടിയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഇത്തരം തട്ടിപ്പ് തടയാനല്ല, മറിച്ച് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ്. ഇതിൽ ഏതൊക്കെ CPM നേതാക്കളുണ്ട്, ഏതെല്ലാം കോൺഗ്രസ് നേതാക്കളുണ്ട് എന്നുള്ളതെല്ലാം ഈ ചാനൽ വരും ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ബന്ധപ്പെട്ടവർ തന്നെ വെളിപ്പെടുത്തുന്ന കാര്യമായതുകൊണ്ട് ഇതിലെ പങ്കാളികൾ എത്രയൊക്കെ ഒഴിഞ്ഞു മാറിയാലും അനന്തു കൃഷ്ണൻ പറയുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രേഖകളിലൊക്കെ തന്നെ ചില പ്രധാനപ്പെട്ട നേതാക്കൾ, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ.